പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശിനോട് പറയാണ്, നിനക്ക് അവള് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ അവളെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടന്നോ, അത് ഏത് സമയം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മായിമ്മയുടെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലാണല്ലോ, ഇങ്ങനെ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, അതുപോലെ തന്നെ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണല്ലോ എന്ന് പറയും. ദേവയാനി പോയി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നൈനയോട് അത് പറയുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇത്രയൊക്കെ മാറിയില്ലേ, അമ്മയുടെ അടുത്ത് നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവേ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും വീട്ടിലെല്ലാവരുടെയും കൂടെ ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി അവരോട് നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരെ വിളിച്ചുകൊണ്ട് വന്നത് ആദർശ്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈന പറയും, നമ്മൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഇങ്ങനെ ആദർശേട്ടനും അമ്മയും തമ്മിൽ നമ്മൾ അതൊക്കെ നോക്കണ്ട. ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ടല്ലോ, ചേച്ചിയുടെ പ്രസവം, അതുപോലെ തന്നെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട്, അതിനൊക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നന്ദു ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം നമ്മൾ അവിടെ തന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നവ്യ അബിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അബി ഇങ്ങനെ മൊബൈലിൽ ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാവും. അത് കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്റെ പെൺകുട്ടികളായിട്ടുള്ള ചാറ്റ് ഞാൻ ഇതോടുകൂടി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു SI ആവാൻ പോകുന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ SI ആയാൽ എന്താ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പം എന്തിനാ കള്ളക്കേസിൽ കൊടുക്കുന്നത്, അല്ലാത്ത കേസ് തന്നെ ഒരുപാടുണ്ടല്ലോ, നീ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ സ്നേഹിച്ച് ചതിച്ച കാര്യമൊക്കെ എനിക്കറിയാം, അവരാരെങ്കിലും ഒരു കേസ് കൊടുത്താൽ പോരെ, അവളിങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി എടുക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അബിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അവൾ ഇട്ട യൂണിഫോം അതുപോലെ തന്നെ ഞാൻ അങ്ങ് തിരിച്ച് അഴിപ്പിച്ചും വെക്കും എന്ന് പറയാണ്. അല്ലെങ്കിൽ അവൾക്ക് ഏത് സമയം ഇങ്ങനെ യൂണിഫോം ധരിച്ച് നടക്കാനൊന്നും പറ്റില്ല, അവളിങ്ങനെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സസ്പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും പറയും കേട്ടോ. അപ്പം അതുപോലെ തന്നെ പിന്നീട് അന്ന് ഇങ്ങനെ അബീനെ ഒരു പോലീസുകാരൻ ഇങ്ങനെ മലയ്ക്ക് പോയ സമയത്ത് പിടിച്ചുകൊണ്ടുപോയി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാളുടെ കൈ ഒക്കെ തല്ലി ഒടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും അയാൾ അങ്ങനെ നിനക്കിട്ട് നല്ലോണം തന്നല്ലോ എന്ന് നവ്യ പറയുന്ന സമയത്ത് അതിന് ഇനി തിരിച്ചടി കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്തിനാടാ ഇങ്ങനെ കണ്ണി കണ്ടവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടി മേടിച്ച് നടക്കുന്നത്, നിനക്കൊരു മനുഷ്യനായിക്കൂടെ, ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അബിക്കാണെങ്കിലും അതൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നയനയാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദുവിന് ഇപ്പോൾ SI ടെസ്റ്റ് ചെയ്ത് പാസ്സായി, നന്ദും ജോലിക്ക് കയറും. അപ്പം നിനക്കെന്താ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ നവ്യനോട് ചോദിക്കുകയാണ്. അപ്പം നീ ഇങ്ങനെ പെറ്റി നടന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നിർത്തിക്കോണം, ആണായാലും പെണ്ണായാലും എന്നൊക്കെ പറയാണ്. ഒന്നിനെ കൊണ്ട് തന്നെ ഇപ്പം ഞാനിവിടെ കുടുങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങ് പോവാണ് കേട്ടോ ദേഷ്യപ്പെട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നവ്യയ്ക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. അബി അങ്ങനെ പറയുന്ന സമയത്ത് നൈനയാണെങ്കിലും ഭയങ്കര ഡിസൈനറാണ്, പിന്നെ മറ്റൊരു അനിയത്തി ഇപ്പോൾ SI ആവാൻ പോവാണ്, നിനക്കൊരു ജോലി ഇല്ലല്ലോ, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അത് നീ ഇങ്ങനെ അത്ര സന്തോഷിക്കേണ്ടെന്ന് ദൈവം തീരുമാനിച്ച് കാണുമെന്ന് പറയാണ്ട്. അപ്പം നീ ഇങ്ങനെ പെറ്റി നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പം നവ്യ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നെ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അതിലൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ മോളെ നീ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട വല്യമ്മ എന്ന് പറയട്ടെ. അപ്പോൾ അതെന്താ നിന്റെ മുഖത്തൊരു വിഷമമുള്ള പോലെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താ വല്യമ്മയ്ക്ക് അറിയില്ലേ, ഞാൻ ആ നന്ദുവിനോട് എത്ര തവണ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാണ്, എന്നാലും അവൾ ഇങ്ങനെ ഓരോ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ട് വരും, ഇപ്പോൾ വല്യമ്മ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ SI ടെസ്റ്റ് പാസ്സായത് അവൾ ഇങ്ങനെ അവളുടെ ചേച്ചിമാരെ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതല്ലേ, അതെനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് ഇങ്ങനെ നന്ദു വരണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവരുടെ സംസാരം നയന അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ദേവയാനീനെ അങ്ങ് പിടി കിട്ടുന്നില്ല. ദേവയാനിയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ നയനേനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്, എന്നാലോ അതേസമയം ദേഷ്യവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ദേവയാനിയുടെ സ്വഭാവം അങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ. അതിങ്ങനെ നയന മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അമ്മയുടെ സ്വഭാവം എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ എന്ന്. പിന്നീട് ദേവയാനീനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടെന്നൊന്ന് വല്യമ്മ പറയണം എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത്, അവളുടെ 2 ചേച്ചിമാർ ഇവിടെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും അവൾക്ക് ഇങ്ങോട്ട് വരാലോ, അത് വരണ്ടെന്ന് പറയാനുള്ള ഒരു ഇത് എനിക്കില്ല എന്ന് പറയുകയാണ്. പിന്നെ എന്തായാലും നൈനേനിക്ക് സപ്പോർട്ട് ചെയ്താണല്ലോ ഇപ്പോൾ വല്യമ്മ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദർശനാണെങ്കിൽ അവളില്ലാതെ പറ്റില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്, അത് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ നൈനനെ പിണക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ദേവയാനി അനാമികനോട് പറയുന്നുണ്ട്. അപ്പം അനാമികയാണെങ്കിലും അതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല. പിന്നീട് അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നയന അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്.
അപ്പം നൈനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിലോ എന്ന് നൈന തിരിച്ചു ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ അനിയത്തിനോട് ഞാൻ എത്ര തവണ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാണ് നിങ്ങളൊക്കെ കൂടി അവളെ വിളിച്ച് വരുത്തുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഞങ്ങളുടെ അനിയത്തിയാണ് അവൾ നന്ദു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോൾ ഞങ്ങൾ അവളെ വിളിക്കും, അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അത് എനിക്ക് അറിയാലോ, നിങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അനാമിക പറയുന്ന സമയത്ത്, അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ ഈ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നയന പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ നന്ദു SI ആവാൻ പോവാണല്ലോ, അപ്പോൾ ഒരു പെൺകുട്ടികളും ആഗ്രഹിക്കാത്തൊരു ജോലിയാണ് നിങ്ങളുടെ അനിയത്തി തിരഞ്ഞെടുത്തതെന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടി ആഗ്രഹിക്കാത്ത ജോലിയാണെന്ന്? എല്ലാവർക്കും ഇങ്ങനെ യൂണിഫോം ധരിക്കാനും SI ആവാനൊക്കെ ഇഷ്ടം തന്നെയാണ്, അതിങ്ങനെ പലർക്കും കിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം അനാമികയ്ക്ക് അതും അങ്ങ് ദഹിച്ചിട്ടില്ല, നന്ദു SI ആവാൻ പോകുന്നത്. പിന്നീട് എന്തായാലും നിങ്ങളുടെ മനസ്സൊക്കെ എനിക്ക് അറിയാലോ എന്ന് പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ അതിൻ്റെ ഒരു സംസാരം വേണ്ടിയിരുന്നില്ലല്ലോ, നിനക്കറിയായിരുന്നെങ്കിൽ എന്തായാലും നീ വിചാരിക്കുന്ന പോലെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നൈന പറയാൻ കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നൈന പറയുന്നതൊക്കെ ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചിരിയോട് കൂടിയാണ് കേട്ടോ അതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നത്. പിന്നീട് അനാമിക പോകുന്ന സമയത്ത് ഇങ്ങനെ നൈനയാണെങ്കിലും ദേവയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈനയെ നോക്കി ചിരിക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ദേവയാനി നിൽക്കുകയും ചെയ്യുന്നത്. പിന്നീട് അവിടെ വലിയ ചർച്ച നടക്കുകയാണ്, അനാമികയും ജലജയും ജാനകിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്ദു അവിടേക്ക് വരുന്ന തന്നെയാണ് അവരുടെ പ്രശ്നം. ഇനിയിപ്പോൾ അനാമികനെ കളഞ്ഞിട്ട് നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നൈനയാണെങ്കിലും ഇപ്പോൾ ആദർശിന്റെ കൂടെ ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അതും അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാനകി പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഒരു ഡിസൈൻ കൊണ്ട് ലക്ഷ്യങ്ങളാണ് ഇങ്ങനെ കമ്പനിക്ക് നേട്ടം ഉണ്ടാവുന്നത്, ഇങ്ങനെ പോയാൽ ഇനിയിപ്പോൾ ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയുടെ തലപ്പത്ത് ആദർശവും നൈനയും തന്നെ ആയിരിക്കും, അവരുടെ കയ്യിലായിരിക്കും ജ്വല്ലറി ഇരിക്കുന്നത്, അതെങ്ങനെയും തടയണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജലജ അതിനെന്തോ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നൈന ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നതും ഒക്കെ അനാമികയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലും 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അനി എന്താ എന്നെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് മോളെ നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ദേവയാനി ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ ഭാര്യയും ഭർത്താവോ എപ്പോഴും ഇങ്ങനെ വഴക്കാണെങ്കിലും ഇനിയിപ്പോൾ ഓഫീസിലും ചെന്ന് വഴക്കടിക്കാതെ തന്നെയാണ് നല്ലത്, അത് ജോലിനെ ബാധിക്കുന്നൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പം അനാമിക്ക് അതും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നയന ഓഫീസിലേക്ക് പോകുന്നതും എങ്ങനെയെങ്കിലും തടയാനാണ് കേട്ടോ ജലജയും ജാനകി എല്ലാവരും കൂടെ ഇങ്ങനെ ശ്രമിക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോകുന്ന സമയത്ത് ജാനകിയാണെങ്കിലും അനാമികനോട് പറയാണ്, അവളെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, ഈ വീട്ടിനുള്ളിൽ ലഹള ഉണ്ടാക്കാൻ അവൾ മതി എന്നിങ്ങനെ പറയേ. അത് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു, നൈനി നവി ഇവിടുന്ന് പുറത്തു പോയാലും മോൾ എന്തായാലും ഈ വീട്ടിൽ തന്നെ കാണും, മോൾ അതിൽ ഉറച്ച് വിശ്വസിച്ചോ എന്ന് പറയൂ കേട്ടോ. അതും കൂടി കേൾക്കുമ്പോൾ അനാമിക്ക് അങ്ങ് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നന്ദു ഇങ്ങനെ മെടുക്കിയാണ്, അവളിപ്പോൾ SI ടെസ്റ്റ് ഒക്കെ പാസ്സായല്ലോ, അതിലിങ്ങനെ നൈനയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ടും ഇങ്ങനെ നന്ദുവിന് ഒരു ഗിഫ്റ്റും കൊടുക്കാത്തത് വലിയ വിഷമമാണ് കേട്ടോ ദേവയാനിക്ക്. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ സംശയമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജലജ അവിടേക്ക് വന്നിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടത്തി എന്ന് വിളിച്ചിട്ട് അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനാമികയാണെങ്കിലും വലിയ വിഷമത്തിലാണ്, ആ നന്ദു ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എങ്ങനെയും തടയാൻ പറ്റുമോ? അപ്പോൾ ഏട്ടത്തി ആണെങ്കിൽ ഇപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞാണല്ലോ, കുറച്ച് മുന്നേ അനാമിക മോളോടും പറഞ്ഞാണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒന്ന് മനസ്സിലാവണ്ടേ എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജലജയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഒരുപാട് നൈനേനെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചതാണല്ലോ, അങ്ങനെ എന്തെങ്കിലും വഴി നോക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും ഇനി നടക്കില്ല, ആദർശനാണെങ്കിലും അവളില്ലാതെ പറ്റില്ല, അതൊക്കെ ഞാൻ അമ്മയായ ഞാൻ മനസ്സിലാക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശിനെ അവളോട് ഭയങ്കര വിശ്വാസമാണ്, എന്നെക്കാളേറെ എന്നിങ്ങനെ ദേവയാനി പറയൂ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആദർശിന്റെ ആ വിശ്വാസം തന്നെ ആദ്യം തകർക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അങ്ങ് പുറത്താക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോൾ ദേവയാനി ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ, ഇവളെന്തേലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് നിന്ന് തന്നെ അതിങ്ങനെ മനസ്സിലാക്കണം എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശിന്റെ കൂടെ ഇപ്പോൾ അവൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ, അവളെ നമുക്കൊരു മോഷണ കേസിൽ അങ്ങ് കൊടുക്കാം എന്ന് പറയൂ കേട്ടോ. അതാവുമ്പോൾ ആദർശിന്റെ ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെടുമല്ലോ, അങ്ങനെ അവളെ പുറത്താക്കുകയും ചെയ്യാന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നടന്നാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്, അപ്പോൾ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന്
ചോദിക്കും കേട്ടോ. എന്നിട്ട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീ എന്നല്ല ആര് ഇങ്ങനെ ശ്രമിച്ചാലും മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ജലജ ചോദിക്കുകയാണ്, ഏട്ടത്തി ഈ കാര്യത്തിനെ കുറിച്ച് ഓർത്ത് തല പുണ്ണാക്കണ്ട, അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അബീനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം, അബി അവിടെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് ജലജ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. നയനേനെ പെരുങ്കള്ളിയാക്കാന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് തന്നെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, അവളല്ല പെരുങ്കള്ളി നീയാണെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിനോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പം നിന്റെ അമ്മായിക്ക് അവളെ പുറത്താക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അവരെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതുപോലെ തന്നെ അബീനെ പിന്നെ ഇങ്ങനെ കേസിൽ കുടുക്കിയ കാര്യമൊക്കെ അബി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ അമ്മായി തന്നെയല്ലേ എന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് എന്നൊക്കെ പറയും കേട്ടോ. അത് പിന്നെ ആരായാലും ചെയ്തു പോകുമല്ലോ, കരല് കൊടുക്കാത്ത ഒരു കുട്ടിക്ക് 50 ലക്ഷം ഇങ്ങനെ ആരെങ്കിലും വെറുതെ കൊടുക്കുമോ, അത് നിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ബുദ്ധി ഉപദേശിച്ച് തന്നത് അമ്മ തന്നെ അല്ലേ എന്ന് പറയും. അപ്പോൾ ഞാനാണ് ബുദ്ധി ഉപദേശിച്ച് തന്നെങ്കിലും നീ അതിങ്ങനെ കാര്യത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, എന്തായാലും ഈ ഒരു വഴി നോക്കുമെന്ന് പറഞ്ഞിട്ട് നൈനേനെ എങ്ങനെയെങ്കിലും മോഷണ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ അവർ പറയുന്നത്. അബിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീയും അവിടെ കമ്പനിയിലുണ്ടല്ലോ, അവനും ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പറ്റുമെങ്കിൽ നടത്താൻ നോക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല, അവളുടെ തലയ്ക്കകത്ത് നല്ല ആൾതാമസമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നൈനി അതുപോലെ തന്നെ അവളുടെ ചേച്ചി ഇങ്ങനെ ഈ വീട്ടിലേക്ക് വന്നതോടുകൂടിയാണ് നമ്മുടെ കാര്യം ആകെ കഷ്ടത്തിലായത്. ഇനിയിപ്പോൾ അവർ ഇവിടുന്ന് പുറത്തു പോയാലേ നമുക്കൊരു മെച്ചുണ്ടാവുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും അബി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ ഇന്ന് തന്നെ അവളെ മോഷണ കേസിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ജലജയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.